JP അസ്ട്രോലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിഥുനമാസത്തെ, അതായത് ഈ 5-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള ഫലമാണ് പറയുന്നത്. ഇടവൻ രാശിക്കൂറുകാരുടെ കാര്യമാണ് പറയുന്നത്. ഇടവലഗ്നക്കാർക്കും ഇത് ബാധകമാണ്. ഇടവൻ രാശിക്കൂർ എന്ന് പറയുമ്പോൾ കാർത്തികയുടെ മുക്കാൽ, രോഹിണി, മകേരത്തിലാര. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജന്മരാശിയിൽ നിൽക്കുന്നത് ചൊവ്വ. ആ ചൊവ്വ 12-ാം ഭാവാധിപനാണ്. ജന്മരാശിയിൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ, ജന്മരാശി എന്ന് പറയുമ്പോഴും ലഗ്നം എന്ന് പറയുമ്പോഴും അവനവനെ തന്നെ, അവനവൻ്റെ ശാരീരികമായ കാര്യങ്ങളും അവരവരുടെ അനുഭവത്തിൽ വരുന്ന കാര്യങ്ങളുമൊക്കെയാണ് അതിനകത്ത് വരുന്നത്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 12-ാം ഭാവാധിപനാണ്. അതുപോലെ തന്നെ ആ ചൊവ്വയ്ക്ക് 7-ാം ഭാവാധിപത്യവുമുണ്ട്. എന്ന് പറഞ്ഞാൽ വൃശ്ചികത്തിൻ്റെയും മേടത്തിൻ്റെയും ആധിപത്യമുള്ള ചൊവ്വയാണ് ഇടവത്തിൽ നിൽക്കുന്നത്. അപ്പോൾ 7-ാം ഭാവാധിപനായ ചൊവ്വ ലഗ്നത്തിൽ നിൽക്കുന്നു, 12-ാം ഭാവാധിപത്യവും വഹിക്കുന്നു. അപ്പോൾ 7-ാം ഭാവം എന്ന് പറയുമ്പോൾ സാധാരണഗതി മാർഗസ്ഥാനം എന്ന് പറയും, പബ്ലിക് എന്ന് പറയും, വിവാഹം, ദാമ്പത്യം, അതുപോലെ തന്നെ കൂടെ നിൽക്കുന്ന പാർട്ണർ, ഇതെല്ലാം 7-ാം ഭാവം കൊണ്ടുവരും. ഭാര്യ, ഭർത്താവ്, ഇവരെല്ലാം 7-ാം ഭാവം. അപ്പോൾ 7-ാം ഭാവാധിപനാണ് ജന്മരാശിയിൽ അല്ലെങ്കിൽ ലഗ്നത്തിൽ വരുന്നത്. അതിന് 12-ാം ഭാവാധിപത്യമുണ്ട്. അപ്പോൾ അതിൻ്റെ സവിശേഷം എന്ന് പറഞ്ഞാൽ അതത്ര നല്ല കാര്യമല്ല. 7-ാം ഭാവാധിപനായ ചൊവ്വ 7-ാം ഭാവാധിപനായിട്ടൊക്കെ വരിക എന്ന് പറയുമ്പോൾ തന്നെ അത് ചില അഭിപ്രായ വ്യത്യാസത്തെയും കലഹത്തെയും പോരാട്ടത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് ചൊവ്വ. ഇപ്പം വിവാഹം, ദാമ്പത്യം, ഭാര്യാഭർത്തൃ ബന്ധം, ആഗ്രഹങ്ങൾ, അതുപോലെ തന്നെ കാര്യസാധ്യം, ഇതിനൊക്കെ തന്നെ 12-ാം ഭാവാധിപത്യം കൂടി വഹിച്ചു നിൽക്കുന്ന ചൊവ്വ ആയതുകൊണ്ട് അതിന് ഒരു നല്ല ഫലം പറയാൻ പറ്റത്തില്ല. എന്ന് പറയുമ്പോൾ വിവാഹ സംബന്ധമായ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് വിവാഹത്തിൻ്റെ തടസ്സവും മറ്റു കാര്യങ്ങളും ഒക്കെ വരാം. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പലപ്പോഴും മാനസികമായ ഒരു പൊരുത്തക്കേട് വരാം, ചൊവ്വയാണ്. അതുപോലെ തന്നെ 12-ാം ഭാവാധിപനായ ചൊവ്വ ജന്മരാശിയിലേക്ക് വരിക, അതിന് 7-ാം ഭാവാധിപത്യവും കൂടി വരുന്നത് കൊണ്ട് ഏതെങ്കിലുമൊക്കെ തരത്തിൽ ചില അഭിപ്രായ വ്യത്യാസത്തിൻ്റെ, ചിലപ്പോൾ ഒരു പക്ഷേ അത്ര വലിയ പ്രശ്നമൊന്നും ആയിരിക്കത്തില്ല, പക്ഷേ അത് സംസാരിച്ചോ മറ്റേതെങ്കിലും തരത്തിലോ അതൊരു വലിയ വിഷയമാക്കി അകന്നു നിൽക്കുക അല്ലെങ്കിൽ മാറി നിൽക്കുക, അങ്ങനെയൊക്കെയുള്ള സാഹചര്യം കൂടി വരാം. അതുപോലെ തന്നെ 7-ാം ഭാവാധിപൻ എന്ന് പറയുമ്പോൾ മാർഗസ്ഥാനമാണ്. മാർഗസ്ഥാനമായിട്ട് വരിക എന്ന് പറയുമ്പം ഗമനാഗമനം, യാത്ര. അപ്പം സഞ്ചാരം, നിങ്ങൾ വാഹനമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ വളരെയേറെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്. കാരണം 4-ാം ഭാവത്തിൽ ശുക്രനുണ്ട്. ആ ശുക്രനെയും ചൊവ്വ നോക്കുന്നുണ്ട്. 7-ാം ഭാവാധിപനാണ്, 12-ാം ഭാവാധിപത്യം വഹിച്ച് ജന്മരാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അപകട സാധ്യതകൾ, തട്ടാമുട്ട്, ക്ഷതം, വീഴ്ച, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ 7 തന്നെ യാത്ര, 4-ാം ഭാവത്തിനും അങ്ങനെ ഒരു ബന്ധം വരുന്നു, വാഹനം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോകുന്നത് ഒരു നല്ല കാര്യമാണ്. ഇങ്ങനെ സംഭവിക്കും എന്നല്ല, സംഭവിക്കാതിരിക്കട്ടെ. അപ്പം ദുരിതങ്ങളും ദുഃഖങ്ങളും ഒന്നും ഇല്ലാതെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകുന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇവിടെ. അതുപോലെ ശുക്രനും ചൊവ്വയും തമ്മിൽ ഒരു ബന്ധം വരിക എന്ന് പറയുമ്പോഴും വീട്ടിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാം. ഭാര്യാഭർത്തൃ ബന്ധത്തിലും അതുപോലെ തന്നെ വീട്ടിൽ, 4-ാം ഭാവമാണ്, വീട്ടിലുള്ളവരുമായിട്ടുമൊക്കെ ചില സൗന്ദര്യപ്പിണക്കങ്ങളും ചില അഭിപ്രായ വ്യത്യാസങ്ങളും മാനസികമായ ചില അകൽച്ചകളും ഒക്കെ വരാനുള്ള സാധ്യതകൾ ഈ മാസം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അറിഞ്ഞ് മുന്നോട്ട് പോവുക എന്നതാണ് ഈ മാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ 2-ാം ഭാവത്തിലാണെങ്കിൽ ആദിത്യനുണ്ട്, ബുധനുണ്ട്, നിഗുണയോഗമൊക്കെ എന്ന് പറയുമ്പോഴും 2-ലെ ആദിത്യൻ അത്ര മെച്ചമൊന്നും അല്ലെങ്കിലും 2-ാം ഭാവാധിപൻ ബുധനാണ്, അത് 5-ാം ഭാവാധിപത്യം കൂടിയുണ്ട്. അപ്പോൾ സന്താനങ്ങളെ കൊണ്ടുള്ള കാര്യങ്ങളും വിദ്യാഭ്യാസപരമായ കാര്യം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കെല്ലാം വളരെ നല്ല അനുഭവം തന്നെയായിരിക്കും. അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നുമില്ല. 2-ാം ഭാവത്തിൽ വരിക എന്ന് പറയുമ്പോൾ വിദ്യാധനം, കുടുംബം, വാക്ക്, സ്വത്ത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ഭക്ഷണം, അതുപോലെ പൂർവികമായ സ്വത്തുകൾ, കുടുംബപരമായ സ്വത്ത്, ഇതെല്ലാം ഈ 2-ാം ഭാവത്തിൽ വരും. 2-ാം ഭാവത്തിൻ്റെ കാരകൻ ആരാണെന്ന് ചോദിച്ചാൽ അത് വ്യാഴവും. ലഗ്നത്തിൻ്റെ കാരകൻ സൂര്യനുമാണ്. അപ്പോൾ സൂര്യൻ ഇവർക്ക് 2-ാം ഭാവത്തിൽ നിൽക്കുന്നു. അതുപോലെ തന്നെ ജന്മരാശിയിൽ ചൊവ്വ നിൽക്കുന്നു.
ലഗ്നത്തിൻ്റെ അല്ലെങ്കിൽ ജന്മരാശിയുടെ കാരകൻ സൂര്യനും 2ാം ഭാവത്തിൽ അനുകൂലമല്ല, ചൊവ്വായും അനുകൂലമല്ല. 4ാം ഭാവത്തിൽ ചിങ്ങൻ രാശി നിൽപ്പുണ്ട്. അത് 4ാം ഭാവം എന്ന് പറയുമ്പോൾ വീട്, വാഹനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യം. അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, സൗകര്യത്തിനൊന്നും വലിയ കുറവൊന്നുമില്ല. വീടും വാഹനവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ അതിനകത്ത് വരും. വീട്ടുപകരണങ്ങൾ, ആഭരണങ്ങൾ, ഇതെല്ലാം അതിനകത്ത് വരും. ഭാവാധിപനാണെങ്കിലോ 4ാം ഭാവാധിപൻ ആദിത്യൻ 2ാം ഭാവത്തിൽ നിൽക്കുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ധനസ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ധനകാരകൻ ഇവിടെ 3ാം ഭാവത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. അപ്പോൾ പൊതുവെ നോക്കുമ്പോൾ ഈ സമയം അത്ര നല്ലതാണ് എന്ന് പറയാനുള്ള സാഹചര്യം വരുന്നില്ല. ഇത് തന്നെ കാരണം. പറയുന്നത് നെഗറ്റീവാണെന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോകാം. പക്ഷെ അസ്ട്രോളജിയാണ്. അതിൽ ഗുണവും വരാം, ദോഷവും വരാം. അതുകൊണ്ട് ദോഷം മറച്ചു പിടിച്ച് ഗുണം മാത്രം പറഞ്ഞ് സൂചിപ്പിക്കുന്ന ഒരു ചാനലല്ല ഞാൻ പറഞ്ഞു വന്നത്. ജന്മരാശിയിൽ ചൊവ്വ നിൽക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും 6ാം ഭാവത്തിൻ്റേതായ ചില പ്രശ്നങ്ങളൊക്കെ വരാം. രോഗം, ശത്രു, കള്ളൻ, തടസ്സം, കടബാധ്യത. അതുപോലെ തന്നെ ജന്മരാശിയിലെ ചൊവ്വ ആയതുകൊണ്ട് തട്ട്, മുട്ട, ക്ഷതം, വീഴ്ച, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പം ഈ മാസം, മിഥുനമാസം ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട ഒരു മാസമാണ് ഇടവൻ രാശിക്കാർക്ക് എന്ന് പറയാനാണ് ഇത്തരം പറഞ്ഞത്. ശാരീരികമായ വിഷമതകളും പ്രശ്നങ്ങളും ഒക്കെ വരാം. അതുപോലെ തന്നെ ചതവ്, മുറിവ്, വീഴ്ച, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരാം. 2ാം ഭാവാധിപൻ ബുധനാണ്. അത് 7ാം തീയതി മുതൽ 2ൽ തന്നെ വരികയും ചെയ്യും. പക്ഷേ 2ൽ ആദിത്യനും നിൽപ്പുണ്ട്. ആദിത്യനും ബുധനും ചേർന്ന് നിൽക്കുന്നത് നിഗുണയോഗമാണെങ്കിലും 2ാം ഭാവാധിപൻ 2ൽ നിൽക്കുന്നത് ഗുണകരമാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് അത്ര വലിയ ബാധ്യതകൾ ഒന്നും നമ്മളെ അലട്ടത്തില്ല എന്നാണ്. ബാധ്യതയൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ചെറിയ തോതിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാൻ പറ്റും. കാരണം 2ാം ഭാവാധിപൻ 2ൽ തന്നെയുണ്ട്. പക്ഷെ 2ാം ഭാവാധിപൻ 2 നിൽക്കുമ്പോഴും ആദിത്യൻ 4ാം ഭാവാധിപന്, അത് കുടുംബസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും അവിടെ ചെറിയ ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം എന്നതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ വീട്ടിൽ അച്ഛനും അമ്മയും കുടുംബവും ഒക്കെയാണല്ലോ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിതാവിനെ സംബന്ധിക്കുന്ന കാര്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും, കമ്മ്യൂണിക്കേഷൻ, ബുധനാണ്. അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോൾ പരസ്പരം ചില വിഷമതകളോ ചില ബുദ്ധിമുട്ടുകളോ ഒക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയെന്ന് വരാം. കുടുംബനാഥനുമാണ് ആദിത്യൻ. അവിടെ ബുധൻ നിൽക്കുന്നത് നല്ല കാര്യമാണ്. കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, വീട്ടിലുള്ളവർ പറയുന്ന കാര്യങ്ങൾ അതേപടി അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നതാണ് ഈ ചൊവ്വ വരുമ്പോൾ. കാരണം 12ലും ജന്മരാശിയിലും 2ാം ഭാവത്തിലും ചൊവ്വ നവാംശകം ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ട ഒരു മാസം തന്നെയാണ്. ശാരീരികമായ ചില വിഷമതകളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകാം എന്നതാണ്. 2ാം ഭാവം ആദിത്യൻ നിൽക്കുന്ന രാശി ആയതുകൊണ്ട് തന്നെ 2ാം ഭാവം മുഖമാണ്. അപ്പം സാധാരണഗതിയിൽ പല്ലുവേദന, ഇങ്ങനെയൊക്കെ തലവേദന, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ചൊവ്വ നിൽക്കുന്നത് ജന്മരാശിയിലായതുകൊണ്ട് തന്നെ ചെറിയ ചതവോ മുറിവോ വീഴ്ചയോ അങ്ങനെയുള്ള അപകട സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. പക്ഷെ 4ാം ഭാവത്തിലെ ശുക്രൻ എന്ന് പറയുമ്പം വീട്ടിൽ അത്ര വലിയ സൗകര്യങ്ങൾക്ക് കുറവൊന്നുമില്ല. കാരണം ജന്മരാശാധിപനാണ് ശുക്രൻ, 4ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പം ഭക്ഷണത്തിനും അതുപോലെ തന്നെ വീട്ടിലെ സൗകര്യത്തിനും ആഡംബരത്തിനും ജീവിതത്തിനും ഒന്നും അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ ഈ രാഹു ബന്ധമുണ്ട്. രാഹു കേതുക്കൾക്ക് ശുക്രനുമായിട്ടൊരു ബന്ധം വരുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും ചില വളഞ്ഞ വഴികളിലൂടെ ചിന്തിക്കുകയും സുഖത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളായിട്ട് വേണ്ടി വരാം. കാരണം രാഹു ബുദ്ധിപരമായി ചിന്തിക്കുന്നു, കേതു പ്രവൃത്തി ചെയ്യുന്നു. കാരണം രാഹുവിന് തലയുണ്ട്, കേതുവിന് ഉടലാണുള്ളത്. അപ്പോൾ രാഹുവിന് പ്രവർത്തിക്കാനുള്ള കഴിവില്ല, ചിന്തിക്കാനുള്ള കഴിവുണ്ട്, തലയുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ചില കാര്യങ്ങൾ സാധിക്കാനും സുഖത്തിനും മറ്റ് സൗകര്യങ്ങൾക്കുമൊക്കെ വേണ്ടി
ചില വഴിവിട്ട ചിന്തകൾ വരാം, ആലോചനകൾ വരാം. അത് ചിലപ്പോൾ എല്ലാവരുമായിട്ടൊന്നും പൊരുത്തപ്പെട്ടു പോകാൻ സാധിച്ചു എന്നൊന്നും വരുത്തുമില്ല. പിന്നെ ഇവരെ സംബന്ധിച്ച് അനുകൂലമായി നിൽക്കുന്ന ഏറ്റവും നല്ലൊരു ഗ്രഹം എന്ന് പറഞ്ഞാൽ ശനിയെ. ഇടവൻ രാശിക്കാർക്ക് 9ാം ഭാവത്തിൻ്റെ 10ാം ഭാവത്തിൻ്റെ ആധിപത്യമുണ്ട്. അപ്പോൾ 9ഉം 10ഉം ഭാവത്തിൻ്റെ ആധിപത്യം വരിക എന്ന് പറഞ്ഞാൽ 1 ഭാഗ്യം, 2 കർമ്മം. ഭാഗ്യസ്ഥാനത്ത്, അതായത് 9ാം ഭാവത്തിൽ ശനി നവാംശകം ചെയ്തുകൂടി മകരത്തിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്ന ശനി 9ൽ ശനി നവാംശകം ചെയ്ത് നിൽക്കുകയും ആ ശനി 11ാം ഭാവത്തിൽ വരികയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു നല്ല കാര്യം തന്നെയാണ് ശനിയെ സംബന്ധിച്ചിടത്തോളം. തൊഴിൽപരമായിട്ട് ചെറിയ ക്ലേശങ്ങളൊക്കെ ഉണ്ടെങ്കിലും, ശനിയാണല്ലോ, ഉണ്ടെങ്കിലും അതുകൊണ്ടൊക്കെ ഗുണവും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകും. 10ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ മറ്റുള്ളവരെ വെച്ച് എന്തെങ്കിലുമൊക്കെ അന്യഭാഷ, അന്യസംസ്കാരം, മറ്റു മതക്കാരെ അങ്ങനെയൊക്കെ ഉള്ളവരെ വെച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യും. അല്ലെങ്കിൽ അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രയോജനം ഉണ്ടാകുക, ധനപരമായി ഏതെങ്കിലുമൊക്കെ അനുകൂലമായ സ്ഥിതി വരെ. 11ാം ഭാവമാണ്, ആഗമന സ്ഥാനമാണ്. അപ്പോൾ പലതും അവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കുകയും ഗുണകരമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നടക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഇവിടെ 11ാം ഭാവാധിപൻ ആരാണ് എന്ന് ചോദിച്ചാൽ, അഷ്ടമാധിപത്യം വഹിച്ച് 11ാം ഭാവാധിപത്യവും വഹിച്ച് വ്യാഴം നിൽക്കുന്നത് ഉച്ചരാശിയിൽ കർക്കിടകത്തിലാണ്, 3ാം ഭാവത്തിലാണ്. അപ്പം 3ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുക എന്ന് പറയുമ്പം വ്യാഴത്തെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ അത്ര വലിയ നേട്ടമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ 11ാം ഭാവാധിപൻ 3ാം ഭാവത്തിൽ വരിക എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ചില ഗുണങ്ങളൊക്കെ അവരിൽ നിന്നൊക്കെ ഉണ്ടാകാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നേരത്തെ ഉള്ള എടുത്തിച്ചാട്ടമൊക്കെ, ധൈര്യം, വീര്യം, പരാക്രമം, ഇതൊക്കെ 3ാം ഭാവത്തിൻ്റെ കാരകൻ എന്ന് പറഞ്ഞാൽ ചൊവ്വായ. അപ്പോൾ അല്പം എടുത്തിച്ചാട്ടവും അതുപോലെ ഇച്ചിരി വിക്രമവും ദുർബുദ്ധിയും ധൈര്യവും, എന്ത് ഞാനങ്ങ് ചെയ്തു കളയും, ഞാനങ്ങ് നേരിടും, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് 3ാം ഭാവത്തിലെ വ്യാഴം നിൽക്കുക എന്ന് പറയുമ്പോൾ വ്യാഴം അനുകൂലമല്ലെങ്കിലും അതൊരു പതിഞ്ഞ ഭാവത്തിലേക്ക് വരും. വലിയ ചാട്ടവും മറിച്ചിലും ഒന്നും ഇല്ലാതെ ഒന്ന് ഒതുങ്ങണം എന്നൊരു തോന്നലൊക്കെ വരുന്ന ഒരു കാര്യമാണ്. ശനിയാണെങ്കിൽ വളരെ അനുകൂലമായി നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ മാസത്തെ കാര്യം, നമ്മൾ മിഥുനമാസത്തെ കാര്യം നമ്മൾ ചിന്തിക്കുമ്പോൾ ഇടവൻ രാശിക്കാർ പല കാര്യത്തിലും ശ്രദ്ധിക്കുക എന്നത് നല്ല കാര്യമാണ്. കാരണം വരവുണ്ട്, തൊഴിലുണ്ട്, അതിൽ നിന്നൊക്കെ ചെറിയ വരുമാനവും ലഭിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും പ്രയോജനപ്പെടുന്നില്ല എന്നൊരു കാര്യം വരും. അതുപോലെ തന്നെ 11ാം ഭാവാധിപൻ വ്യാഴം 3ാം ഭാവത്തിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ എന്ത് കിട്ടിയാലും അതൊന്നും നല്ലവണ്ണം വിനിയോഗിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരിക. 12ാം ഭാവാധിപനാണ് ജന്മരാശി നിൽക്കുന്നത്. അപ്പോൾ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ കുടുംബപരമായ ചില ബാധ്യതകളും ഇതെല്ലാം തന്നെ അനാവശ്യമായിട്ടും മനസ്സറിയാതെയും പലതും നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നു എന്നൊരു തോന്നൽ വരാം. അങ്ങനെ വരുമ്പോൾ ഇവിടെ 5ാം ഭാവാധിപൻ ബുധനാണ്. 5ാം ഭാവാധിപനും 2ാം ഭാവാധിപനുമാണ് ബുധൻ. അപ്പം മക്കളെ കൊണ്ട് ഇവർക്ക് മറ്റു പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം 5ാം ഭാവാധിപൻ 2ൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ സന്താനങ്ങളിൽ നിന്ന് വേണ്ടത്ര ഗുണകരമായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ അവരിൽ നിന്ന് സഹായവും ലഭിക്കും. പിന്നെ കമ്മ്യൂണിക്കേഷൻ രംഗം, ബുധൻ വിദ്യാഭ്യാസത്തെയും നമ്മുടെ സംസാര രീതിയെയും ഒക്കെ ഉള്ള കാര്യമാണല്ലോ. അപ്പോൾ കാര്യങ്ങളൊക്കെ അവർ കുറേ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും മനസ്സിലാക്കാനും അങ്ങനെയൊക്കെ ശ്രമിക്കും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പോക്കിനെ ഒരു പക്ഷേ പ്രായപൂർത്തിയായ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവരെ കുറേ ഉപദേശങ്ങളൊക്കെ ചിലപ്പോൾ ഇങ്ങോട്ട് വരാം. അതുപോലെ കുടുംബനാഥൻ്റെ ഭാഗത്തു നിന്നും കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് മുൻകൂറായിട്ട് അങ്ങനെയല്ല, ഇങ്ങനെയാണ് പോകേണ്ടത് എന്നൊക്കെയുള്ള ചില നിരീക്ഷണങ്ങളൊക്കെ വരാം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ 4ാം ഭാവത്തിലെ ശുക്രന് ചൊവ്വയുടെ ദൃഷ്ടി വരും. 4ാം ഭാവം, കാരണം ഇടവത്തിൽ നിൽക്കുന്ന ചൊവ്വ ചിങ്ങത്തിലേക്ക് നോക്കുന്നു, അവിടെ ശുക്രൻ നിൽക്കുന്നു, കേതു നിൽക്കുന്നു, രാഹുവായിട്ട് ബന്ധം വരുന്നു. അപ്പം വീട്ടിൽ
ചെറിയ ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതകൾ വരാം. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയൊക്കെയുള്ള സാഹചര്യം വരുമ്പോൾ അതൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നവരും ബന്ധുക്കളും മക്കളും ഒക്കെ ആയിട്ടുള്ളവർ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊന്നുമല്ല എന്നൊക്കെയുള്ള ചില രീതിയിൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകാവുന്ന ചില തെറ്റുകുറ്റങ്ങളെ ചൂണ്ടിക്കാണിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലൊക്കെ വരാം. അപ്പം അവർക്കൊക്കെ ഇപ്പം സന്താനങ്ങളെ സംബന്ധിച്ചൊരു നല്ല കാര്യം തന്നെയാണ്. കാരണം 2ാം ഭാവാധിപനും 5ാം ഭാവാധിപനും ഒരാളാണ്. കുടുംബത്തിൻ്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ വിദ്യാസ്ഥാനത്തൊക്കെ നിൽക്കുന്നു. അപ്പം വിദ്യാഭ്യാസവും വിവരവും ബോധവും ഒക്കെ ഉള്ള മക്കളും അല്ലെങ്കിൽ വിദ്യാഭ്യാസം ചെയ്യുന്നവരും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണ് വരുന്നത്. അപ്പം അവരുമായിട്ടൊക്കെ നമ്മൾ ശണ്ട കൂടാനും അല്ലെങ്കിൽ അവരുമായിട്ടൊക്കെ കൊമ്പ് കൊടുക്കാനും ഒന്നും പോകാതിരിക്കുന്നത് നല്ല. വീട്ടിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരാം. അത് ചൊവ്വ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സമ്പത്തിനെ ചൊല്ലിയും വരാം. കാരണം ഇത്രയൊക്കെ തന്നു, ഇത്രയൊക്കെ ഉണ്ടാക്കി, എന്നിട്ട് എന്ത് ചെയ്യും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാം. അപ്പം അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചും സൂക്ഷിച്ചുമൊക്കെ കൈകാര്യം ചെയ്ത് പോവുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട ഒരു മാർഗം. അതുകൊണ്ട് ഇടവൻ രാശിക്കാർ ശിവക്ഷേത്രത്തിലും ഭദ്രകാളി ക്ഷേത്രത്തിലുമൊക്കെ ദർശനം നടത്തുന്നതും അതുപോലെ തന്നെ അവിടെ അവരെ കൊണ്ട് പറ്റുന്ന വഴിപാടുകളൊക്കെ ചെയ്യുന്നതുമൊക്കെ ഈ മാസം കുഴപ്പമൊന്നുമില്ലാതെ സന്തോഷകരമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമസ്കാരം.